കാര്യം ഈ കുന്നിക്കുരു കണ്ടിട്ടില്ലേ എല്ലാവരും? ചുമന്ന കളറിലുള്ള ഒരു കറുത്ത ഒരു സ്പോട്ട് ഉണ്ടാവും. അതും ക്രിസ്റ്റൽ പോലത്തെ ഒരു സീഡാണ്, ഒരു ക്രീപ്പർ എന്ന് തോന്നുന്നു. അതെ. അപ്പൊ ഈ കുന്നിക്കുരുവിന്റെ ചുണ്ടത്തെ ഒരു മറുക് പോലത്തെ പാട് കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. ാനാകാത്ത പാടുപോലെ ചേർന്നിരിക്കുന്ന അങ്ങനെ ചിലരുണ്ട്. ഇഷ്ടപ്പെട്ടവരൊക്കെ അങ്ങനെയാണ്. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കണ്ടിട്ടില്ലേ, നമുക്ക് നല്ല തിക്ക് ഫ്രണ്ട്സ് ഉണ്ടാവും. അതായത് ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കും അവര് തമ്മില് ഒന്നിച്ചേ നടക്കുള്ളൂ, ഒരേ ബെഞ്ചിലെ അടുത്തടുത്ത സീറ്റിലേ ഇരിക്കുള്ളൂ. ലഞ്ച് ബ്രേക്കിൽ അവർ ഒന്നിച്ചേ പോവുള്ളൂ, ഒന്നിച്ചുണ്ണും, പുറത്തു പോകുമ്പോ ഒന്നിച്ചു പോവും, എല്ലാം ഒന്നിച്ചാണ്. ഒരിക്കലും അവര് മാറി നടക്കണം കണ്ടിട്ടുണ്ടാവില്ല. ഒരാളെ കണ്ടാ അപ്പൊ നമുക്കറിയാം മറ്റാളൊപ്പം ഉണ്ടാവും എന്നുള്ളത്. അത്രയും തിക്ക് ഫ്രണ്ട്സ് ആയിരിക്കും. അവരെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടവരൊക്കെ അങ്ങനെയാണ്. ഹൃദയം നമ്മുടെയൊക്കെ പൂ പോലെ നിർമ്മലാകുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മളെ സ്നേഹിക്കാൻ ഒരാളുണ്ടാവുമ്പോഴാണ്. നമുക്കെല്ലാവരെയും സ്നേഹിക്കാം, നമ്മളിപ്പോ എല്ലാവരെയോടും സ്നേഹം കാണിക്കാം, സ്നേഹിക്കാം. പക്ഷെ നമ്മളെ ആത്മാർത്ഥമായിട്ട് ഒരാൾ സ്നേഹിക്കാൻ ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ അത്ഭുതമാണ്, വലിയ ഭാഗ്യമാണ്. ഇങ്ങനെ പറയാം, കടലും ഉപ്പും അലിഞ്ഞതുപോലെയാണ്. അങ്ങനെ അലിഞ്ഞു ചേർന്നിട്ടാണ് കടലും ഉപ്പും തമ്മില്, അല്ലെ? ഒന്ന് കടലിന്റെ വെള്ളം എടുത്തു നോക്കൂ, ഉപ്പിന്റെ രസമില്ലാണ്ട് കടൽ വെള്ളം കാണില്ല. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അറിയാം ഉപ്പാണ്, അല്ലെ? അതിങ്ങനെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അതുപോലെയാണ് ഫ്രണ്ട്ഷിപ്പും. ചില ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാണ്. നമ്മളാൽ സ്നേഹിക്കാൻ ആരെങ്കിലും ഒരാൾ കൊതിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നമ്മൾ അറിയുക, നമ്മളെ സ്നേഹിക്കാൻ കുറച്ചൊക്കെ ആൾക്കാരുണ്ട് എന്നുള്ളത്, അല്ലെ? നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാർ വരണം, നമ്മൾ സ്നേഹിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നമ്മളെ ഇങ്ങനെ സ്നേഹിക്കാൻ വേണ്ടി കൊതിച്ച് നടക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അവരെ കാണുമ്പോഴാണ് നമുക്കറിയാം ആർക്കൊക്കെയോ നമ്മളെയും ഫ്രണ്ട് ആക്കാൻ ആവശ്യമുണ്ട് എന്നുള്ളത്. സ്നേഹിക്കുന്നവരൊക്കെ രണ്ട് തരത്തിലുണ്ട്. ഏതാ രണ്ട് തരം? സ്വന്തമാക്കണമെന്ന് കരുതി സ്നേഹിക്കുന്നവരും സ്വന്തമാണെന്ന് കരുതി സ്നേഹിക്കുന്നവരും. എന്താ വ്യത്യാസം രണ്ടും? സ്വന്തമാക്കണമെന്ന് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അതൊരു എന്താ പറയാ, നിർബന്ധമായിട്ട് പിടിച്ചു മേടിക്കുന്ന പോലെയാ. ഇപ്പൊ നമ്മളൊരു പെറ്റ് ഷോപ്പിൽ പോയി ഒരു പെറ്റിനെ കണ്ടു, ഇഷ്ടായി, നമുക്കതിനെ സ്വന്താക്കണം, അല്ലെ? നമ്മുടെ സ്വന്തമായാലല്ലേ നമുക്കതിനെ പാമ്പർ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? പൈസ കൊടുത്ത് അത് മേടിക്കും. അപ്പൊ നമ്മൾ അതിനെ നിർബന്ധമായിട്ട് പൈസ കൊടുത്ത് വാങ്ങിയതാ. അതേ സ്ഥാനത്ത് സ്വന്തമാണെന്ന് കരുതി സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എല്ലാവരെയും എന്ന് പറയുമ്പോൾ ഞാൻ മീൻ ചെയ്യുന്ന സ്നേഹിക്കുന്നവരെ നമ്മുടെ സ്വന്തമായിട്ട് തന്നെ സ്നേഹിക്കാം. നമ്മളിൽ നിന്ന് ഒരിക്കലും ഒരു വേറൊരാളായിട്ട് നമുക്ക് കാണാൻ തോന്നില്ല സ്നേഹിക്കുന്നവരെ, അല്ലെ? നമ്മുടെ പോലെ തന്നെ നമ്മുടെ സ്വന്തം ആളായിട്ട് മാത്രമേ നമുക്ക് തോന്നുള്ളൂ. അതിന് വ്യത്യാസം. ആക്കണമെന്ന് തീരുമാനിച്ച് സ്നേഹിക്കുന്നതും സ്വന്തമാണെന്ന് തീരുമാനിച്ച് സ്നേഹിക്കുന്നതിന്റെയും വ്യത്യാസം അതാണ്. ഈ സ്വന്തമാണെന്ന് വിചാരിച്ച് സ്നേഹിക്കുള്ളൂ നമ്മള്, അതിനൊരു ഇത്തിരി ഭംഗി കൂടുതലാണ്. ആലോചിച്ചു നോക്കൂ, നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു വ്യത്യാസം തോന്നില്ല, നമ്മുടെ തന്നെ സ്വന്തം ആളല്ലേ. പക്ഷെ സ്വന്തമാക്കണമെന്ന് വിചാരിച്ച് സ്നേഹിക്കുമ്പോ ആളെ നമ്മള് ചിലര് കണ്ടിട്ടില്ല, ആർട്ടിഫിഷ്യലി കാണിക്കും, അയ്യോ ഇതുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരാളെ സ്വന്തമാക്കി എടുക്കുകയാണ്. ഇത് സ്വന്തമാണെന്ന് വിചാരിച്ചങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് വിചാരിച്ചു ഇത് എന്റെ സ്വന്തം ആളാണ് എന്ന് വിചാരിച്ചാൽ അതിൽ യാതൊരു വക വ്യത്യാസമില്ല. അതുകൊണ്ടാണ് സ്വന്തമാക്കണ സ്നേഹത്തിനേലും നല്ലത്, വിചാരത്തിനേലും നല്ലത് സ്വന്തമാണെന്ന് കരുതിയിട്ട് സ്നേഹിക്കുന്നത്. സ്വന്തമാക്കണതും സ്വന്തമാണെന്ന് കരുതുന്നതിലും വ്യത്യാസമുണ്ട്. ഈ തിക്ക് ഫ്രണ്ട്സ് ആവുമ്പോ ഈ സ്വന്താക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ, അങ്ങനത്തെ ഫ്രണ്ട്സിനെ നമുക്ക് കാണാണ്ടിരിക്കുമ്പോ എപ്പോഴും കാണണമെന്ന് തോന്നും. ഇപ്പൊ ദൂരെയാണ്, കാണാൻ പറ്റില്ല, അപ്പൊ നമുക്ക് തോന്നും അയ്യോ ഒന്നാ ഫ്രണ്ടിനെ കണ്ടാലോ എന്ന് തോന്നും. പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ നമുക്ക് എന്താ തോന്നുക? അയ്യോ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തൊരു സുഖമായിരിക്കും, എന്തൊക്കെ സംസാരിക്കാനുണ്ടാവും ഫ്രണ്ട്സ് തമ്മിൽ, ഒന്ന് മിണ്ടണമെന്ന് തോന്നും. അപ്പൊ കാണുമ്പോൾ എന്താ ചെയ്യാ? നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ തോന്നും കാണുമ്പോ. അതായത് ഓടി ചെന്ന് ഹഗ് ചെയ്ത് നമ്മുടെ സ്വന്താക്കി അടുത്ത് കൊണ്ട് നടക്കാൻ തോന്നും, അല്ലെ? കൂടെയുള്ളപ്പോഴോ ഹൃദയം നിറഞ്ഞ പോലെ തോന്നും.
ആ ഫ്രണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടാവുമ്പോൾ നമുക്ക് തോന്നും ഒന്നിനും നമുക്കൊരു കുറവില്ല, കംപ്ലീറ്റ്ലി ഫുൾഫിൽ ആയിട്ട് തോന്നും. അതായത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നും. പക്ഷെ വേദനിക്കുമ്പോഴോ പങ്കുവെക്കാൻ തോന്നും. നമുക്കൊരു സങ്കടം വന്നു പെട്ടെന്ന്, നമുക്ക് തീർച്ചയായിട്ടും ആ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സങ്കടം പകുതിയാവും. സങ്കടം വിഷമം ഇമ്മീഡിയറ്റ് സോൾവ് ചെയ്യാൻ പറ്റിയിട്ടല്ല, ആ ഫ്രണ്ട് ഉണ്ടാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ വിഷമം കുറഞ്ഞ പോലെ തോന്നും. എത്ര ദൂരെയാണെങ്കിലും ഒരു ഫോൺ കോളിൽ പോലും ആ ഫ്രണ്ടിന് നമ്മളെ സാന്ത്വനപ്പെടുത്താൻ പറ്റും, അല്ലെ? നമ്മൾ ഈ ഫ്രണ്ടിനെ കാത്തിരിക്കുമ്പോഴോ ഭയങ്കര നെഞ്ചിടിപ്പായിരിക്കും. നെഞ്ചിടിപ്പ് ഇങ്ങനെ കൂടി കൂടി വരുന്ന പോലെ തോന്നും. ഇപ്പൊ നമ്മളെ കാണാൻ ആ ഫ്രണ്ട് വരുന്നു എന്ന് വിചാരിക്കൂ. ആ ഫ്രണ്ട് വരുമ്പോ നമുക്ക് ഇപ്പൊ സപ്പോസ് തൃശ്ശൂരിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് തോന്നും ആ എവിടെ എത്തി. നമ്മള് ബാർ ഫോൺ ചെയ്ത് ചോദിക്കും എവിടെ എത്തി. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് വരുന്നു, വാടാനപ്പള്ളി എത്തി, തൃപ്രയാർ എത്തി, പിന്നെ പെരിഞ്ഞനം, മതിലകം, മെസ്സൻപുരം എന്നൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് എന്താ പറയാ ഭയങ്കര നെഞ്ചിടിപ്പ് കൂടും. പക്ഷെ നമ്മുടെ ഫ്രണ്ട് വരികയല്ലേ എത്ര ദൂരെ നിന്നൊക്കെ, അത് കാരണം. പിന്നെ പിണങ്ങുമ്പോൾ ഒരു കാര്യമുണ്ട്. പിണങ്ങുമ്പോൾ നമുക്ക് ലോകം ഉണ്ടല്ലോ ശൂന്യായിട്ട് തോന്നും. എല്ലാം എം ടി ആയിട്ട് തോന്നും. എന്നുവെച്ചാൽ പിണങ്ങിയില്ലോ. ഫ്രണ്ട്സ് ആണ്, തീർച്ചയായിട്ടും പിണക്കം ഇല്ലാണ്ടിരിക്കില്ല. സ്നേഹമുള്ളിടത്തേ പിണക്കങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പൊ പിണങ്ങുമ്പോൾ നമുക്ക് എന്താ ആള് ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ഭക്ഷണവും ഇല്ല ഉറക്കവും ഇല്ല അങ്ങനെ നടക്കും. പക്ഷെ എന്റെ കാര്യത്തിൽ ഉൾട്ടയാണ് കേട്ടോ. ഞാൻ നല്ലപോലെ ഭക്ഷണം കഴിക്കും. എന്തൊക്കെ കിട്ടണോ അതൊക്കെ ഞാൻ കഴിക്കും പിണങ്ങിക്കഴിഞ്ഞ. എനിക്ക് കൂടുതൽ വിശക്കുക ചെയ്യുക. ചിലവർക്ക് ഒട്ടും വിശപ്പില്ല, ഉറക്കമില്ല, ദാഹമില്ല, ഒന്നുമില്ലാണ്ട് നടക്കും. ഞാൻ ഉൾട്ട നല്ലപോലെ ഭക്ഷണം കഴിക്കും. അപ്പോ എല്ലാ ഫ്രണ്ട്സും തമ്മിൽ നല്ല നല്ല സ്നേഹബന്ധങ്ങൾ ഉണ്ടാവട്ടെ. ഈ ബന്ധങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കട്ടെ. ഒരു പിണക്കങ്ങളും ഒരു ഫ്രണ്ട്സ് തമ്മിലുള്ള സപ്പോസ് ഒരു പിണക്കുണ്ടെങ്കിൽ ഒരു ദിവസം പോലും മുമ്പിലേക്ക് കൊണ്ടുപോകരുത്. നമ്മുടെ സംസാരം കുറയും തോറും അതിന്റെ അകൽച്ച കൂടിക്കൊണ്ടിരിക്കും. എപ്പോഴും നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ഫ്രണ്ട്സ് അല്ലേ, നമ്മൾ അങ്ങനെ അവരുടെ എന്ത് കുറവുകളും എന്ത് തെറ്റുകളും നമ്മൾ ക്ഷമിക്കാറായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഫ്രണ്ട്ഷിപ്പ് മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പൊ എല്ലാ സ്നേഹബന്ധങ്ങളും ശക്തമാകട്ടെ. അപ്പോ താങ്ക് യു.